വിദേശത്ത് ജോലി ചെയ്യുന്ന ഓരോ മലയാളി പ്രവാസിയുടെയും ഉള്ളിലെ വലിയൊരു ആശങ്കയാണ് അപ്രതീക്ഷിതമായി എത്തുന്ന രോഗാവസ്ഥകൾ. യുഎഇയിലെ സ്വകാര്യ ആശുപത്രികളിലെ ഭീമമായ ചികിത്സാ ചെലവുകൾ പലപ്പോഴും സാധാരണക്കാരായ തൊഴിലാളികളുടെ സമ്പാദ്യത്തെ ബാധിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ ആശങ്കയ്ക്ക് പ്രധാന കാരണം. കുറഞ്ഞ വരുമാനക്കാർക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള എസൻഷ്യൽ ബെനിഫിറ്റ് പ്ലാനുകൾ വെറും കാർഡുകൾ മാത്രമല്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയൊരു സാമ്പത്തിക സുരക്ഷയാണ് നൽകുന്നത്. ചെറിയ തുക മാത്രം കയ്യിൽ കരുതി വെച്ചുകൊണ്ട് മികച്ച ചികിത്സ നേടാൻ സഹായിക്കുന്ന ഈ ഇൻഷുറൻസ് സംവിധാനങ്ങളെ കുറിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ പ്രവാസികൾ അറിഞ്ഞിരിക്കണം. യുഎഇയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടെൻഷൻ അസുഖങ്ങൾ വരിക എന്നുള്ളത് തന്നെയാണ്. കാരണം നാട്ടിലെ പോലെയല്ല യുഎഇയിലെ ചികിത്സാ ചെലവുകൾ. അതൊരു സാധാരണക്കാരന് താങ്ങാവുന്നതിലും അധികമാണ്. എന്നാൽ നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. അതാണ് കുറഞ്ഞ പ്രീമിയത്തിലുള്ള ഇൻഷുറൻസ് കാർഡുകൾ ഉപയോഗിച്ച് മികച്ച ചികിത്സ നേടാമെന്നത്. ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് എന്നും പ്രീമിയം ലെവലിലാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. കുറഞ്ഞ സാലറി ഉള്ളവർക്കും ലഭിക്കുന്ന ഇൻഷുറൻസ് കാർഡുകളും യുഎഇയിലുണ്ട്. നിലവിലെ നിയമം അനുസരിച്ച് യുഎഇയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് നിർബന്ധമാണ്. കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് കമ്പനികൾ സാധാരണയായി നൽകുന്ന എസൻഷ്യൽ ബെനിഫിറ്റ് പ്ലാൻ അഥവാ ബേസിക് പ്ലാനുകളാണ്. പലരും വിചാരിക്കുന്നത് ഈ കാർഡ് കൊണ്ട് വലിയ ഉപയോഗമില്ലെന്നാണ്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഏത് വലിയ ഹോസ്പിറ്റലുകളിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ സാധാരണ പനികളും മറ്റു അസുഖങ്ങളും വരുമ്പോൾ നിങ്ങളുടെ കാർഡിന് പിന്നിൽ എഴുതിയിട്ടുള്ള നെറ്റ്വർക്ക് നിർബന്ധമായും ശ്രദ്ധിക്കണം. അത് റെസ്ട്രിക്റ്റഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ്വർക്ക് എന്നാണെങ്കിൽ ഇത് നിങ്ങളുടെ അടുത്തുള്ള ചെറിയ ക്ലിനിക്കുകളിൽ 20 ദിർഹം മുതൽ 50 ദിർഹം വരെ നൽകി നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കാർഡ് ഏത് ഹോസ്പിറ്റലിലാണെന്ന് കണ്ടെത്താനും എളുപ്പമാണ്. നേരത്തെ ബുക്ക്ലെറ്റുകൾ നോക്കണമായിരുന്നു. എന്നാൽ ഇന്ന് അതിന് മാപ്പുകളുണ്ട്. കൂടാതെ ഇത് വഴി എളുപ്പത്തിൽ കണ്ടെത്താനും സാധിക്കും. ഇതിനായി നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡി നമ്പർ നൽകി ലോഗിൻ ചെയ്യണം. അതിൽ ഫൈൻഡ് എ പ്രൊവൈഡർ അല്ലെങ്കിൽ നിയർ ബൈ ക്ലിനിക്സ് എന്ന ഓപ്ഷൻ നോക്കിയാൽ നിങ്ങളുടെ കാർഡ് എടുക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ചെറിയ പോളി ക്ലിനിക്കുകൾ പോലും മിക്കവാറും എല്ലാ ബേസിക് ഇൻഷുറൻസുകളും നൽകാറുണ്ട്. യുഎഇയിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിൽ നിരവധി മികച്ച ഹെൽത്ത് സെന്ററുകളുണ്ട്. എമിറേറ്റ്സ് ഐഡി ഉള്ളവർക്ക് മിതമായ നിരക്കിൽ സർക്കാർ ക്ലിനിക്കുകളിൽ നിന്ന് ചികിത്സ ലഭിക്കാൻ ഈ കാർഡ് എടുക്കാവുന്നതാണ്. ഇത് ഓൺലൈൻ വഴിയോ ടൈപ്പിംഗ് സെന്ററുകൾ വഴിയോ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം സ്വകാര്യ ക്ലിനിക്കുകളിൽ ചിലപ്പോൾ കവർ ചെയ്യാത്ത ടെസ്റ്റുകളും മരുന്നുകളും സർക്കാർ ക്ലിനിക്കുകളിൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. എന്നാൽ ലേബർ ക്യാമ്പുകൾക്ക് അടുത്തുള്ള സർക്കാർ ഹെൽത്ത് സെന്ററുകൾ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. എന്നാൽ ഇവിടെ പോകുമ്പോൾ എമിറേറ്റ്സ് ഐഡി നിർബന്ധമായും കരുതേണ്ടതുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കാർഡ് അവിടെ എടുക്കുമോ എന്ന് ഫോൺ വിളിച്ച് ചോദിക്കാവുന്നതാണ്. കാരണം ഇത് സമയം ലാഭിക്കാൻ നിങ്ങളെ സഹായിക്കും. അവിടെ നിങ്ങളുടെ കാർഡ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാം. ചില ബേസിക് കാർഡുകളിൽ ബ്രാൻഡഡ് മരുന്നുകൾക്ക് പകരം ജനറിക് മരുന്നുകളെ ലഭിക്കുമെന്നാൽ പേടിക്കേണ്ടതില്ല. ആരോഗ്യ സുരക്ഷയുടെ കാര്യത്തിൽ യുഎഇയിൽ ആരും ഒറ്റയ്ക്കല്ല. ഇൻഷുറൻസ് കാർഡുകൾ വെറുമൊരു പ്ലാസ്റ്റിക് കഷ്ണങ്ങളല്ലെന്നും അവ നിങ്ങളുടെ അവകാശമാണെന്നും ഓരോ പ്രവാസിയും തിരിച്ചറിയണം. കയ്യിലുള്ള കാർഡിന്റെ നെറ്റ്വർക്ക് പരിധിയും ആനുകൂല്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുന്നത് വഴി അത്യാഹിത ഘട്ടങ്ങളിലെ പരിഭ്രാന്തി ഒഴിവാക്കാം. ഒപ്പം സർക്കാർ ഹെൽത്ത് സെന്ററുകളുടെ സേവനങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതും ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. എമിറേറ്റ്സ് ഐഡി എപ്പോഴും കയ്യിൽ കരുതുന്നത് ചികിത്സാ നടപടികൾ വേഗത്തിലാക്കും. ശരിയായ സമയത്ത് ശരിയായ ആശുപത്രി തിരഞ്ഞെടുക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സാമ്പത്തിക ബാധ്യതകളില്ലാതെയും ആരോഗ്യകരമായ ഒരു പ്രവാസ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും.